കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മാധ്യമത്തിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേക ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ ഗ്രൂപ്പിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. നിരന്തരമായി ലേഖന ഭാഗങ്ങളിലൂടെ ധ്യാനിച്ചു വരികയായിരുന്നു. അതിൽ തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ തുടക്ക ഭാഗമാണ് പറഞ്ഞു വന്നത്. അതിൽ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിന്റെ ആ 1-ാം അധ്യായത്തിന്റെ തുടർന്നുള്ള ഒരു ചെറിയ ഭാഗം പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നതിലേക്കായി കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതിന്റെ 20 മുതൽ വായിക്കാം. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നും. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ആകാശത്തിനു കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷക്കാരനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുമുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ഈ വചനഭാഗത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അല്പനേരം സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കും. വചനത്തെ നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടേണ്ടതിന് ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത ദൈവകൃപ അനുഭവിക്കാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ വിലയേറിയ കൃപകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കും. വചനത്തിൽ ഈ ചെറിയ ഭാഗം ഒരുമിച്ച് ഞങ്ങൾക്ക് ധ്യാനിപ്പാൻ ദൈവാത്മാവ് നൽകുന്ന ദൈവകൃപകൾക്കായി ഒരുമിച്ച് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അങ്ങയുടെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിന്റെ നാവോട് കൂടെ ഇരിക്കും, നീ ഉപദേശിക്കുന്ന വചനങ്ങളെ നിന്റെ നാവിൽ തരുമെന്ന വചനപ്രകാരം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണനിന്നില്ല, എന്നാൽ എന്റെ പ്രസംഗം എന്നെ കൊണ്ട് പൂർത്തീകരിപ്പാൻ കർത്താവ് എനിക്ക് തുണനിന്നു എന്ന വചനപ്രകാരം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കും. ക്രിസ്തുവിലുള്ള എല്ലാ ശ്രേഷ്ഠതകൾ, ദൈവിക അനുഗ്രഹങ്ങൾ, അധികാരങ്ങൾ അനുഭവിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കണം. ഹൃദയങ്ങളെ തുറക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മൾ കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ വ്യത്യസ്തമായ ഭാഗങ്ങൾ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, ക്രിസ്തു എല്ലാത്തിനും മുകളിൽ ഉയർന്നു നിൽക്കുന്നു എന്ന ഭാഗത്തെ പൗലോസ് സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞ എല്ലാത്തിന്റെയും മുകളിൽ ക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠനായി ഉയർന്നവനായിരിക്കുന്നു എന്ന ഭാഗത്തെയാണ് പൗലോസ് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി എഴുന്നേറ്റു എന്ന ഭാഗത്തെ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ശരീരം വെട്ടേറ്റാൽ പരിക്കേൽക്കുന്ന ശരീരമാണ് എന്ന് പറഞ്ഞാൽ വാളുകൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ പരിക്കേൽക്കും. നമ്മൾ സുവിശേഷം അറിയിക്കാൻ പുറത്തു നിൽക്കുമ്പോൾ ഒരാൾ നമ്മളെ പെട്ടെന്ന് ഓടി വന്നൊരു വാളുകൊണ്ട് വെട്ടിയാൽ മുറിവേൽക്കാം. അപ്പോ പൗലോസ് പറയുന്നു, എന്നാൽ ക്രിസ്തുവിന്റെ ശരീരം, പുനരുത്ഥാനം പ്രാപിച്ച ശരീരം, ക്ഷയമില്ലാത്ത ശരീരം, നാറ്റമില്ലാത്ത ശരീരം, അങ്ങനെ ഒരു പുനരുത്ഥാന ശരീരം, അങ്ങനെ ക്രിസ്തു ഈ പുനരുത്ഥാന ശരീരം, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യനായി പുനരുത്ഥാന ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ക്രിസ്തു എല്ലാത്തിനും മുകളിൽ ശ്രേഷ്ഠൻ എന്ന് പറയുകയാണ്. ദുരുപദേഷ്ടാക്കന്മാർ പറഞ്ഞു വെച്ച ചില മേഖലകളെ ഖണ്ഡിച്ചുകൊണ്ട് അവിടെ വാക്കുകളുടെ മുനയെ ഒടിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഇതിന്റെ എല്ലാം മുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായി ക്രിസ്തുവിരിക്കും. നമ്മൾ ചിലപ്പോൾ പറയുന്നത് മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല എന്ന് ക്രിസ്തുവിനെ നാം ഉയർത്തി പറയുന്നത് പോലെ എല്ലാത്തിനും മുകളിൽ ക്രിസ്തുവിനെ കൊണ്ട് പ്രതിഷ്ഠിക്കുക. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, അമർത്യമായ ശരീരം ധരിച്ച ക്രിസ്തു എല്ലാത്തിന്റെയും മുകളിൽ ശ്രേഷ്ഠൻ എന്ന് പൗലോസ് കൊണ്ട് സമർത്ഥിച്ചിരിക്കുകയാണ്. അത് ക്രിസ്തു പൗലോസ് നേരത്തെ ഭാഗത്ത് പറഞ്ഞുകൊണ്ട് ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം എന്ന് പൗലോസ് പറയും. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിന്റെയും മുകളിൽ ശ്രേഷ്ഠനായ ക്രിസ്തു, ദൈവത്തെ അനുസരിച്ച ക്രിസ്തു,
ആ ക്രിസ്തുവിനെ ഏറ്റവും ശ്രേഷ്ഠനായി സകല നാമത്തിനും മേലായ നാമം നൽകി സകല അധികാരത്തിനും മുകളിൽ അധികാരം നൽകി പ്രതിഷ്ഠിച്ച ക്രിസ്തു, ആ ക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പൗലോസ് സമർത്ഥിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമനായി ശ്രേഷ്ഠനായി ഉയർന്ന ക്രിസ്തുവിനെ ആ ലേഖനത്തിൽ നാം വായിച്ച ഭാഗത്ത് പൗലോസ് പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അനുസരിച്ച ക്രിസ്തുവിനെ, പിതാവിനെ അനുസരിച്ച ക്രിസ്തുവിനെ ഏറ്റവും ഉയർന്നവനായി ഉന്നതമായ സ്ഥാനം നൽകി സകല നാമത്തിനും മേലായ നാമം നൽകി. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ക്രിസ്തു എന്തുകൊണ്ട് ഉയർന്നിരിക്കുന്നു? ശ്രേഷ്ഠനായിരിക്കുന്നു. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി ഉയർന്നെടുത്തേറ്റത് കൊണ്ട് ക്രിസ്തു ശ്രേഷ്ഠനായിരിക്കുന്നു എന്ന ഭാഗം പൗലോസ് പറയുക. അതുകൊണ്ട് മരണത്തിന്റെ മേൽ പൂർണ്ണ ജയം പ്രാപിച്ച ക്രിസ്തുവിനെ പൗലോസ് പരിചയപ്പെടുത്തുകയാണ്. അത് അടുത്തൊരു ഭാഗത്തേക്ക് പൗലോസ് കൈകാര്യം ചെയ്ത ചില വാക്കുകൾ കൊണ്ട് ക്രിസ്തുവിനെ ശ്രേഷ്ഠനെന്ന് സമർത്ഥിക്കാൻ പൗലോസ് ആഗ്രഹിച്ചിരിക്കുക. അവിടെ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ക്രിസ്തുവിൽ വസിക്കുന്നു. ദൈവത്തിൽ എന്തെല്ലാം നിറവുകളുണ്ടോ, സമ്പൂർണതകളുണ്ടോ, തേജസ്സുണ്ടോ, മഹിമയുണ്ടോ, അതെല്ലാം ദേഹരൂപത്തിൽ ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പൗലോസ് പറയാണ്. ദൈവമെന്നോ ആ ദൈവത്തിലുള്ളത് അതുപോലെ ക്രിസ്തുവിലുണ്ട്. ക്രിസ്തു ശ്രേഷ്ഠനായിരിക്കുന്നു. ദൈവത്തിലുള്ള സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ശ്രേഷ്ഠനായ ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറയാൻ, ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിൽ ദൈവത്തിൽ എന്തൊക്കെ കണങ്ങളുണ്ടോ, ദൈവത്തിൽ എന്തൊക്കെയുണ്ടോ, ദൈവത്തിൽ എന്തൊക്കെ മഹത്വങ്ങളുണ്ടോ, ദൈവത്തിൽ നാം എന്തൊക്കെ കാണുന്നു, അതെല്ലാം ക്രിസ്തുവിലുണ്ട്. അതുകൊണ്ട് ക്രിസ്തു ശ്രേഷ്ഠനായിരിക്കും. നീ ക്രിസ്തുവിനെ അടുത്ത ശ്രേഷ്ഠൻ എന്ന് പൗലോസ് സമർത്ഥിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ക്രിസ്തു നിരപ്പിക്കുന്ന അനുരഞ്ജകനാണ്. രണ്ട് വ്യക്തികളുടെ മുമ്പിൽ ഇടനിലക്കാരനായി വന്ന് നിരപ്പിക്കുന്ന അനുരഞ്ജകൻ. പിന്നീട് പറയാനുള്ളത് ഇപ്പൊ പറഞ്ഞു വിടാം. നമ്മള് ഈ ചില സ്ഥലങ്ങളിൽ രണ്ട് കൂട്ടർ തമ്മിൽ അടിയുണ്ടാകും. അപ്പൊ അടിയുണ്ടാകുമ്പോൾ പരിഹരിക്കാൻ ആ നാട്ടിൽ ബഹുമാനപ്പെട്ട ചില ആളുകളെ നമ്മൾ കൊണ്ടുവന്ന് അതിനകത്താക്കി അവർ പരിഹരിക്കും. രണ്ടു കൂട്ടർക്കും ബഹുമാനമുള്ള ആളുകളെ. അതേപോലെ ക്രിസ്തു നിരപ്പിക്കുന്ന അനുരഞ്ജകനായി നാമും ദൈവവുമായി ശത്രുത്വത്തിലായിരുന്നപ്പോൾ, പാപികളും ദോഷികളും അധർമ്മികളുമായിരുന്നപ്പോൾ, ദൈവത്തോട് അടുക്കാൻ കഴിയില്ലാതിരുന്നപ്പോൾ, ദൈവത്തെക്കാൾ താഴ്ന്നവനായി നാം ഇരുന്നപ്പോൾ, ദൈവത്തോടൊപ്പം പൊക്കമില്ലാതിരുന്നപ്പോൾ, ദൈവത്തോടൊപ്പം വിശുദ്ധിയില്ലാതിരുന്നപ്പോൾ നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ ക്രിസ്തു അടുത്തു വന്നു, നിരപ്പിക്കുന്ന അനുരഞ്ജകനായി. അതുകൊണ്ട് അനുരഞ്ജകനായതുകൊണ്ട് പൗലോസ് വീണ്ടും സമർത്ഥിക്കുകയാണ്, ക്രിസ്തു നിരപ്പിക്കുന്ന അനുരഞ്ജകനായി ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നു എന്ന് പറയും. നമ്മുടെ ഈ കുട്ടികളെ, കൊച്ചുകുട്ടികളെ നമ്മൾ അപ്പനമ്മമാരെ എവിടെയെങ്കിലും കാഴ്ച കാണാനെ കൊണ്ടുപോകും. ആളുകൾ കൂടിയിരിക്കുന്ന ഒരു ഭാഗം എന്ന് വിചാരിച്ചോ, ഉത്സവപ്പറമ്പോ എന്തെങ്കിലും ആവട്ടെ, ഒരു ചിന്തയ്ക്ക്, ഒരു ഉദാഹരണത്തിന് ഒരു കാഴ്ച കാണാൻ വേണ്ടി കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോൾ തടസ്സമായ ആളുകൾ കൂടി നിൽക്കുകയാണ്. ഇല്ലി പോട്ടെ, ഒരു മതിലിനപ്പുറത്താണ് ഒരു കാര്യം നടക്കുന്നത് വെച്ച് ഒരു കാര്യം കാണാൻ പോയത്. അവിടെ ചെല്ലുമ്പോൾ ഈ കുഞ്ഞിനെ നമ്മൾ കാണാൻ വേണ്ടി അപ്പനമ്മമാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അപ്പനാണെങ്കിൽ അപ്പനെടുത്ത് തോളി വെക്കും, ഇനി അതും കണ്ടില്ലെങ്കിൽ തലയിൽ വെക്കും. അപ്പൊ പൊക്കമില്ല കുഞ്ഞിന്, അതുകൊണ്ടെടുത്ത് മുകളിൽ വെക്കും. അപ്പോ ദൈവത്തോടൊപ്പം നിൽക്കാൻ പൊക്കമില്ലാതെ, താഴ്ന്നവരായി വിശുദ്ധിയില്ലാതെ, ഏറ്റവും പുറകിൽ കിടന്ന നമ്മെ, പുറംപോക്കിൽ കിടന്ന നമ്മെ ദൈവത്തോടൊപ്പം കൊണ്ട് നാം അപ്പന്റെ കരം പിടിക്കാൻ അനുരഞ്ജകനായി ക്രിസ്തു നിന്നു എന്ന ഭാഗത്തെ പൗലോസ് സമർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ അടുക്കൽ എത്തിച്ചേരാൻ നമുക്ക് കഴിവില്ല, യോഗ്യതയില്ല, വിശുദ്ധിയില്ല, ശക്തിയില്ല. തല താഴ്ത്തപ്പെട്ടവരായി ദൈവത്തോട് ശത്രുത്വമുള്ളവരായി നിൽക്കുമ്പോൾ അതിനിടയിലേക്ക് ക്രിസ്തു വന്നു. ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ, ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ അടുപ്പിച്ച് ശത്രുത്വം മാറ്റി ദൈവസേനയിൽ പ്രാഗൽഭ്യമുള്ളവരാക്കി നമ്മെ നിർത്തി. അതാണ് നേരത്തെ പറഞ്ഞത്, രണ്ടു വ്യക്തികൾ തമ്മിൽ പ്രശ്നമായിരിക്കുമ്പോൾ അതിനിടയിൽ അനുരഞ്ജകനായി കടന്നു വന്ന ചില വ്യക്തി. അതുപോലെ ക്രിസ്തു അനുരഞ്ജകനായി നിരപ്പിന്റെ സുവിശേഷവുമായി ഇടയിൽ വന്നതുകൊണ്ട് പൗലോസ് പറയുന്നു, ക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠൻ, ഉയർന്നവനായി നിൽക്കുന്നു എന്നത്. അപ്പോ ഇനി അടുത്തൊരു ഭാഗത്ത് പൗലോസ് പറയുകയാണ്, ക്രിസ്തു വാക്കുകൾ കൊണ്ടല്ല, നഷ്ടം സഹിച്ചുകൊണ്ട്, തന്റെ ചങ്കിലെ ചോര നൽകിക്കൊണ്ട്, തന്നെ തകർത്തുകൊണ്ട്, ഇല്ലായ്മ ചെയ്തുകൊണ്ട്, നഷ്ടം സഹിച്ചുകൊണ്ട് നിരപ്പിന്റെ സുവിശേഷകനായി മാറി. ഇനി വ്യത്യസ്തമായ നിരപ്പുകൾ ആ ഒരു നിരപ്പിന്റെ പ്രവൃത്തിയിലൂടെ സാധ്യമാക്കി. അത് ദൈവവും മനുഷ്യന് ദൈവത്തോടുള്ള നിരപ്പ്. മനുഷ്യന് ദൈവത്തോട് തന്നെ നിരപ്പ് ആവശ്യമാണ്. പാപിയായ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് ഇവിടെ നിരപ്പിന്റെ പദ്ധതി ആവശ്യമായി. അതുകൊണ്ട് ദൈവം തന്നെ മുൻകൈയെടുത്ത്
പുത്രൻ സ്റ്റെപ്പ് വെച്ചുകൊണ്ട് നിരപ്പിന്റെ പദ്ധതി പൂർത്തീകരിച്ച് ദൈവത്തോടുള്ള നിരപ്പ് പ്രാപിച്ചു. ഇനി മനുഷ്യനോട് തന്നെ നിരപ്പ് ആവശ്യമുണ്ട്. മുമ്പ് കാലങ്ങളിൽ യഹൂദന്മാരും ജാതികളും തമ്മിൽ ശത്രുത്വത്തിലായിരുന്നു. ആ ശത്രുത്വത്തെ മാറ്റി ഈ വേർപാടിന്റെ നടിച്ചുവരിനെ ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ ഇടിച്ച് യഹൂദനും ജാതിയും തമ്മിലുള്ള വേർതിരിവിനെ മാറ്റി സഭയുടെ ഭാഗമാക്കി തീർത്ത് മനുഷ്യനും തമ്മിലുള്ള നേർപ്പ് ഈ നിരപ്പിപ്പ് പ്രാപിച്ച് ക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠനായി നിൽക്കുന്നു. അങ്ങനെ ഓരോ പദങ്ങളെയും പൗലോസ് കൊണ്ടുവന്ന് പറയുകയാണ് ക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠനാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ക്രിസ്തു ചെയ്തത്? ക്രിസ്തു ഈ പ്രവർത്തികളിലൂടെയെല്ലാം ശ്രേഷ്ഠനെന്ന് 1, 2 എന്ന് അക്കമിട്ട് പൗലോസ് നിരത്തുകയാണ്. ഇനി അവിടെ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ മാറ്റി വേർപാടിനെ നടിച്ചുവർ ഇടിച്ച് ഒന്നിച്ചാൽ ജാതിയുടെ വേർതിരിവുകളെ ഇടിച്ചു. ഇനി പൗലോസ് അത് പറയുമ്പോൾ തന്നെ ഒരു ധ്യാനത്തിനകത്ത് പറയുന്ന ഒരു ഭാഗം പറയാം. ക്രിസ്തു വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചെങ്കിലും ഹൃദയത്തിനകത്ത് ഭാഷയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ ഈ വേർതിരിവുകളെ ഇടിച്ച് നമ്മുടെ ഹൃദയത്തിനകത്തുള്ള നേർചുമരികളെ ഇടിച്ചു കളഞ്ഞ ആത്മാവിൽ ഒരുമിച്ച് കയറാൻ സഭയുടെ ഭാഗമായി ഒരു സഹോദരനെ പോലെ കൈക്കൊള്ളാനുള്ള ദൈവകൃപ നമ്മിൽ ആർജിച്ചെടുക്കണം. ഇനി അടുത്ത് സൃഷ്ടികൾക്ക് ദൈവത്തോടുള്ള നിരപ്പ്, ആ സൃഷ്ടികളോടുള്ള ദൈവത്തിന്റെ നിരപ്പിലൂടെ ക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നു. ആർക്കും ദൈവം നിരപ്പിന്റെ പദ്ധതിയെ വേർതിരിച്ചു നിർത്തിയിട്ടില്ല. എല്ലാവർക്കും വേണ്ടി പദ്ധതിയെ തുറന്നിരിക്കുന്നു. ആർക്കും അകത്ത് കയറാം. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിലേക്ക് സൃഷ്ടികൾ ഒരുക്കപ്പെട്ടു വരാൻ ദൈവം കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ദിവസത്തിനു വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന ദൈവപ്രവർത്തികളിലേക്ക് സൃഷ്ടികൾ കടന്നു വരാൻ. അതുകൊണ്ട് നിരപ്പ് വളരെ ആവശ്യമായിരിക്കുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്ന മേഖലകളിൽ നിരപ്പിന്റെ ആവശ്യം വന്നു. ആ നിരപ്പിന്റെ പദ്ധതിയെ കൊണ്ടുവന്ന് ക്രിസ്തു സകലത്തിലും ശ്രേഷ്ഠനായിരിക്കുന്നു എന്ന് പോലെ. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സകല സൃഷ്ടിയും നിരപ്പ് പ്രാപിക്കണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹം. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത ഭാഗം, ആ ഭാഗത്ത് തന്നെ ഈ നിരപ്പിന്റെ പ്രവൃത്തിയിലൂടെ യോഗ്യതയില്ലാത്ത നമ്മെ ചില യോഗ്യതയിലേക്ക് കൊണ്ടുവന്നു എന്ന ഭാഗത്തെ പറഞ്ഞ് ക്രിസ്തുവിനെ ശ്രേഷ്ഠനായി അവതരിപ്പിച്ചിരിക്കുകയാണ്. പല പദ്ധതികളിലൂടെ ക്രിസ്തു ശ്രേഷ്ഠൻ എന്ന് പല വാക്കുകളിലൂടെ പൗലോസ് അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ സകല മനുഷ്യരും ദൈവത്തിൽ നകന്ന് ശത്രുക്കളായിരുന്നപ്പോൾ, ദൈവത്തോട് അടുക്കാൻ കഴിയാതിരുന്നപ്പോൾ, ദൈവത്തോട് അടുക്കാൻ കഴിയാതെ വിരൂപരായിരുന്നപ്പോൾ, ദൈവത്തോട് ശത്രുക്കളായിരുന്നപ്പോൾ ക്രിസ്തുവിലേക്ക് അടുക്കാൻ നിരപ്പിന്റെ ആവശ്യം വന്നു. ആ നിരപ്പിന്റെ പദ്ധതിയെ പൂർത്തീകരിച്ച്, തന്റെ ക്രൂശിലൂടെ പൂർത്തീകരിച്ച്, തന്റെ കാൽവരി മരണത്തിലൂടെ പൂർത്തീകരിച്ച്, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പൗലോസ് അക്കമിട്ട് ഓരോന്നു പറയുകയാണ്, അയോഗ്യരായ നമ്മെ വിവിധ യോഗ്യതകളിലേക്ക് നടത്തി. ഒന്നാമത്തെ യോഗ്യത, നമ്മെ വിശുദ്ധരാക്കി തീർത്തു, ദൈവസന്നിധിയിൽ യോഗ്യരായി തീർന്നു. അതായത് ക്രൂശിനെ കൂട്ടുപിടിക്കാതെ, ദൈവത്തെ കൂട്ടുപിടിക്കാതെ ദൈവസന്നിധിയിൽ വിശുദ്ധരായി നമുക്ക് നിൽക്കാൻ കഴിയാതിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നിരപ്പിന്റെ പദ്ധതിയെ പൂർത്തീകരിച്ച് ദൈവസന്നിധിയിൽ പ്രാപ്തരാക്കി തീർന്നു. ദൈവമില്ലാതെ ക്രിസ്തുവില്ലാതെ, ക്രൂശില്ലാതെ നാം വികൃതരായിരുന്നപ്പോൾ, ദൈവകൃപയില്ലാത്തവരായിരുന്നപ്പോൾ, ദൈവം നമ്മെ ക്രൂശിലൂടെ നോക്കുമ്പോൾ യോഗ്യതയുള്ളവരായി, വിശുദ്ധരായി ദൈവസന്നിധിയിൽ നിൽക്കാൻ നമ്മെ പ്രാപ്തരാക്കി. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠൻ. നിരപ്പിന്റെ പ്രവൃത്തിയിലൂടെ നമ്മെ വിശുദ്ധരാക്കി തീർത്തുകൊണ്ട് ക്രിസ്തു ഏറ്റവും ഉയർന്നവനായിരിക്കുന്നു. ഇനി അടുത്ത ഭാഗത്ത് പറയുകയാണ്, ദൈവം നമ്മെ നിരപ്പിന്റെ പദ്ധതിയിലൂടെ, ആ യോഗ്യ പ്രവൃത്തിയിലൂടെ നമ്മെ പ്രാഗൽഭ്യമുള്ളവരായി, ദൈവകൃപയുള്ളവരായി നിർത്തി എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ പദം പൗലോസ് പറയുന്നു, നമ്മെ നിഷ്കളങ്കരാക്കുന്നത്. മുമ്പ് നമ്മൾ ചിന്തിക്കുന്നതെല്ലാം വൃത്തികളാണ്. നമ്മൾ ചിന്തിക്കുന്നത് നേരാവണ്ണമുള്ളതല്ല, തലതിരിഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ ചിന്തയുടെ മേഖലകളെ പോലും മാറ്റി വിശുദ്ധീകരണത്തിലേക്ക് വരാൻ, ദൈവത്തിന്റെ വീക്ഷണകോണിൽ ചിന്തിക്കാൻ, ദൈവകൃപയിൽ ചിന്തിക്കാൻ യോഗ്യമുള്ളവരായി, നിഷ്കളങ്കരാക്കി നമ്മെ നിർത്തിയെന്ന് പൗലോസ് പറയാം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ചിന്താമണ്ഡലങ്ങളെ പോലും മാറ്റി നിഷ്കളങ്കരായി നിരപ്പിന്റെ ചിന്തകൾ, നിരപ്പിലൂടെ പുതിയ ചിന്തകൾ ആത്മീയമായി ചിന്തിക്കാൻ, ക്രിസ്തുവിന്റെ വീക്ഷണകോണിൽ ചിന്തിക്കാൻ നിഷ്കളങ്കരാക്കി നമ്മെ നിർത്തി. 3, നമ്മെ കുറ്റമില്ലാത്തവരായി നിർത്തി. നമ്മുടെ ഈ പൊതുസ്ഥലങ്ങളിലൊക്കെ ദൈവവേലക്കാർ, പലരും ക്രിസ്തുരക്ഷയുടെ ഭാഗമായ ദൈവവേലക്കാർ മുമ്പ് ജയിലിലോ മറ്റോ കടന്നവരായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ മുമ്പ് ചെയ്തിരുന്ന പാപത്തെ പൊതു റോഡിൽ നിന്ന് താക്കീത് ചെയ്ത് പ്രസംഗിക്കുന്നത് കാണാം.
അതെങ്ങനെ സാധ്യമായി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ഈ ശ്രേഷ്ഠമായ നിരപ്പിന്റെ പ്രവൃത്തിയിലൂടെയാണ്. അവർ തന്നെ ചെയ്ത തെറ്റിനെ അവർ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായി പ്രസംഗിക്കുന്നു. അങ്ങനെ പ്രസംഗിക്കണമെങ്കിൽ ഹൃദയത്തിൽ കുറ്റബോധം മാറണം, കുറ്റമില്ലാത്തവരായി തീരണം. അങ്ങനെ ക്രൂശിന്റെ പദ്ധതിയിലൂടെ, നിരപ്പിന്റെ പദ്ധതിയിലൂടെ നമ്മെ കുറ്റമില്ലാത്തവരാക്കി തീർത്തു. ഇനി പൗലോസ് പറയുകയാണ്, ഇങ്ങനെ നിരപ്പിന്റെ പദ്ധതിയിലൂടെ കടന്നു പോകുന്ന കുറ്റമില്ലാത്തവരായി, വിശുദ്ധരായി, നിരപ്പിന്റെ പ്രവൃത്തിയിലൂടെ നിഷ്കളങ്കരാക്കി തീർത്ത നമുക്ക്, ഈ നിരപ്പിന്റെ പദ്ധതിയിലൂടെ കടന്നു പോകുന്ന നമുക്ക് മഹത്വീകരണമെന്ന ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി നിരപ്പ് പ്രാപിച്ചവർക്ക് ഭാവികാലം ഒരു പ്രത്യാശയുണ്ട് എന്ന് പൗലോസ് പറയാം. നമുക്കൊരു പ്രത്യാശ. കൊലോസ്യയിലെ വിശ്വാസികളോട് പൗലോസ് പറയുന്നു, മുമ്പ് നിങ്ങൾ ദൈവമില്ലാത്തവരായി, നിങ്ങൾക്ക് ആരാധിക്കാൻ ആരുമില്ല, നിങ്ങൾക്ക് ആരുമില്ല, നിങ്ങൾക്കൊരു നാഥനില്ല. എന്നാൽ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്കൊരു നാഥനുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കൈയടിക്കാൻ, നിങ്ങൾക്ക് പാട്ടുപാടാൻ, സ്തുതിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നാഥനുണ്ട്. വരുമെന്ന് കാത്തിരിക്കാൻ, ഈ അന്യന്റെ കണ്ണുകൊണ്ടല്ല സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണുമെന്ന് ഇയ്യോബ് പറഞ്ഞതുപോലെ കാത്തിരിക്കാൻ നിങ്ങൾക്കൊരാളുണ്ട്. അതുകൊണ്ട് നിങ്ങളെ നിരപ്പിന്റെ പദ്ധതിയിലേക്ക് എത്തിച്ച, നിങ്ങൾക്ക് ദൈവത്തിന്റെ കരം പിടിക്കാതിരിക്കാൻ ഇരുന്നപ്പോൾ നിങ്ങളെ ദൈവത്തോട് അടുപ്പിച്ച കരം പിടിക്കാൻ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കൊണ്ടെത്തി നിങ്ങൾ ദൈവവുമായി ചേർന്ന് വരാൻ കഴിയാതെ താണവരായി, പൊക്കം കുറഞ്ഞവരായി, വിശുദ്ധിയിൽ കുറവുള്ളവരായി, ദൈവത്തോട് അടുക്കാൻ കഴിയാത്തവരായി നിന്നപ്പോൾ ശത്രുത മാറ്റി ദൈവത്തിലേക്ക് അടുപ്പിച്ച ആ പ്രാണനാഥനെ കാണണമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് ഈ നിരപ്പിന്റെ പദ്ധതി പ്രാപിച്ച നിങ്ങൾക്ക് കർത്താവ്, ശ്രേഷ്ഠനായ ക്രിസ്തു, വീണ്ടും ആ പദം കൊണ്ട് ഉദിക്കുന്നു, ആ ക്രിസ്തു നിങ്ങൾക്കൊരു ഭാവി പ്രത്യാശമുണ്ട്. ആ ഭാവി പ്രത്യാശയെ കുറിച്ച് പൗലോസ് പറയുന്ന പദമുണ്ട്, സുവിശേഷത്തിന്റെ പ്രത്യാശ. ആ സുവിശേഷത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. ആ സുവിശേഷത്തിന്റെ പ്രത്യാശ, പുനരാഗമനത്തിന്റെ ആ പ്രത്യാശ, ക്രിസ്തുവിനെ ആ തേജസ്സുള്ള ശരീരത്തോടുകൂടെ കാണുകയാണ്. നിങ്ങൾക്ക് ഇത്രയും ശ്രേഷ്ഠകരമായ പദവികൾ ഉയർത്തി നൽകിയ ഇതുവരെയുള്ള ഈ വാക്കുകളിലൂടെയെല്ലാം പൗലോസ് പറഞ്ഞ ശ്രേഷ്ഠകരമായ നിഷ്കളങ്കമായ പദവിയിലൂടെ, ഈ കുറ്റമില്ലാത്ത അനുഭവത്തിലൂടെ, വ്യത്യസ്തമായ വിശുദ്ധിയുടെ അനുഭവത്തിലൂടെ, ഇങ്ങനെയുള്ള ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന ആ ക്രിസ്തുവിനെ, ഇതുവരെ നിങ്ങൾ കൈയടിച്ച, പാട്ടുപാടിയ, പ്രാർത്ഥിച്ച, സ്തുതിച്ച ആ ക്രിസ്തുവിനെ നിങ്ങൾ കേൾക്കാം. അതാണ് നിങ്ങളുടെ ഭാവി പ്രത്യാശ. ആ ക്രിസ്തുവിനെ, ഒരു പുത്തനൊരു ജീവിതം നിങ്ങൾക്ക് നൽകിയ ക്രിസ്തുവിനെ, അങ്ങനെയുള്ള ക്രിസ്തുവിനെ നേരിൽ കാണാം, ശ്രേഷ്ഠനായ ക്രിസ്തുവിനെ നേരിൽ കാണാം. അതിനുവേണ്ടി പൗലോസ് പറയുകയാണ്, അതിനുവേണ്ടി ഈ നിരപ്പിന്റെ പദ്ധതിയിലൂടെ മുന്നോട്ട് പോയി ആ ക്രിസ്തുവിന്റെ ഭാവികാല പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. നേരത്തെ പറഞ്ഞ പദം ഒന്നും കൂടെ പറയാം, അന്യന്റെ കണ്ണുകൊണ്ടല്ല സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. എന്നെ രക്ഷിച്ച, എന്റെ വീണ്ടെടുപ്പുകാരനായ എന്നെ നിരപ്പിന്റെ പദ്ധതിയിലൂടെ, എന്നെ ഭാവികാല പ്രത്യാശ ഹൃദയത്തിൽ നൽകിയ ആ ദൈവത്തെ നേരിൽ കാണും, അപ്പന്റെ കരം പിടിക്കണം. അതിനുവേണ്ടി കാത്തിരിക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അങ്ങയുടെ വിലയേറിയ കൃപകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കും. അങ്ങ് ചെയ്ത ഏറ്റവും ശ്രേഷ്ഠകരമായ ആ നിരപ്പിന്റെ പ്രവർത്തികൾക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കും. ഈ കൊലോസ്യ ലേഖനത്തിലൂടെ ഞങ്ങൾ ധ്യാനിച്ച ഓരോ മേഖലകളിലും ആത്മാവിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരേണ്ടതിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കും. ക്രിസ്തുവിൽ വേരൂന്നുവാൻ, ദൈവകൃപയിൽ മുന്നോട്ട് പോകാൻ ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ശ്രേഷ്ഠകരമായ പ്രവൃത്തികൾക്കായി സ്തോത്രം. ആ ശ്രേഷ്ഠകരമായ പ്രവൃത്തികളിൽ മുന്നോട്ട് നടക്കാൻ ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇത്രത്തോളം എന്നെ ശ്രദ്ധിച്ച എല്ലാവരും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനാണ്.